IPL 2026 സീസൺ ഈ ഒരാഴ്ച കൊണ്ട് അവസാനിക്കാൻ പോകുന്നു. അതിൽ ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് RCB, GT, ഹൈദരാബാദ് ഇവർ മൂന്ന് പേരുമാണ് ഇപ്പം പ്ലേ ഓഫിൽ അർഹത നേടിയിട്ടുള്ളത്. നമ്മൾ ഇന്നലത്തെ കളി കണ്ടു, RCBയും ഹൈദരാബാദുള്ള കളി. അതിൽ ഇതുവരെ കളിച്ച ഒരു കളിയല്ലായിരുന്നു ഹൈദരാബാദ് ഇന്നലെ കളിച്ചത്. കാരണം അവർ തുടക്കത്തിൽ തന്നെ അഭിഷേക് ശർമ്മ 56 റണ്ണ്, അത് 22 ബോൾ 56 റണ്ണ്. ഇഷാൻ കിഷാൻ നമുക്കറിയാം ഒരു സ്റ്റൈലിഷ് പ്ലെയറാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ക്ലാസ് വീണ്ടും ഇന്നലെ തെളിയിച്ചത് 79 റണ്ണാണ് അദ്ദേഹം ഇന്നലെടുത്തത്. പിന്നെ ട്രാവിസ് ഹെഡ്, ക്ലാൻസൺ, ഒരു അപാര ടീം തന്നെയാണ് ഹൈദരാബാദ്. ഇപ്പം പഞ്ചാബ് നമുക്കറിയാം തുടക്കം തൊട്ട് തന്നെ ആദ്യത്തെ 7 കളി ജയിച്ച് വന്നിട്ട് പിന്നെ ഒരു 7 കളി തോറ്റുപോയ ഒരു ടീമാണ് പഞ്ചാബ്. നമ്മൾ ആദ്യത്തെ ഒരു IPL പകുതി ആകാറായപ്പോൾ തന്നെ നമ്മൾ ആദ്യമേ ഓർത്തത് പഞ്ചാബ് അല്ലെങ്കിൽ ബാംഗ്ലൂർ കപ്പടിക്കും എന്നാണ്. പക്ഷേ നമ്മുടെ എല്ലാവരുടെയും പ്രവചനങ്ങൾ തെറ്റിച്ചുകൊണ്ടാണ് ഒരു രാജസ്ഥാനോട് തോറ്റ് തുടങ്ങിയ പഞ്ചാബ് പിന്നെ ഇങ്ങോട്ടുള്ള സീസണിൽ എല്ലാ ടീമിനോടും തോക്കുന്നതാണ്. അതുവരെ നമ്മൾ പൊക്കിപ്പിടിച്ച ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസി, കാരണം ഇന്ത്യൻ ടീമിലോട്ട് പോലും ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസി പരിഗണിച്ച് വരുന്ന സമയത്താണ് പഞ്ചാബിൻ്റെ ഈ അടുപ്പിച്ചുള്ള തോൽവിയും കാര്യങ്ങളെല്ലാം. അതുപോലെ തന്നെ ഇനിയിപ്പം ആദ്യമേ നമ്മളിപ്പം ആദ്യത്തെ 4 കളി ആദ്യത്തെ ഒരു 3 ടീം പ്ലേ ഓഫ് ഉറപ്പിച്ച RCB, GT, ഹൈദരാബാദ്, ഇവർക്ക് 3 പേർക്കും 18 പോയിന്റ് വീതമാണ്. അതിൽ ഏറ്റവും കൂടുതൽ റൺ റേറ്റ് വെച്ച് RCB ആണ് 1ാം സ്ഥാനത്ത്, GT 2ാം സ്ഥാനത്ത്, SRH 3ാം സ്ഥാനത്ത്. 3 ടീമിനും 18 വെച്ച് തുല്യമായ പോയിന്റ് ഉണ്ട്. അതിൽ ആദ്യത്തെ ക്വാളിഫയർ വരുന്നത് RCBയും GTയും തമ്മിലാണ്. ഇപ്പം ഇത്രയും വർഷത്തെ, അതായത് ഇത്രയും വർഷത്തെ സീസണിൻ്റെ വെച്ചിട്ട് ആദ്യ 2 സ്ഥാനക്കാരെങ്കിലുമാണ് കപ്പടിക്കാൻ ഇതുവരെ സാധ്യത കപ്പടിച്ചിട്ടുള്ളത്. കാരണം ഇത്ര ചരിത്രം ഈ തവണ ചരിത്രം മാറുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. പിന്നെ ഇനി നമുക്ക് അറിയേണ്ടത് 4ാം സ്ഥാനത്ത് ആര് കയറും എന്നാണ്. 4ാം സ്ഥാനത്ത് ഇപ്പം കയറാൻ ചാൻസ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് രാജസ്ഥാനാണ്. കാരണം മുംബൈയുടെ കയ്യിലാണ് ഇനിയുള്ള 4ാം സ്ഥാനത്തിനുള്ള കളി ആര് കളിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. കാരണം രാജസ്ഥാനാണ് ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും പോയിന്റ് ഉള്ളത്, 14 പോയിന്റ്. ഇപ്പം മുംബൈ ആയിട്ട് രാജസ്ഥാൻ ജയിച്ചാൽ 16 പോയിന്റോട് കൂടി അവർ പ്ലേ ഓഫിൽ കിടക്കാൻ സാധ്യതയുണ്ട്. 16 പോയിന്റായിട്ട് 4ാം സ്ഥാനത്ത് പ്ലേ ഓഫിൽ കയറാൻ രാജസ്ഥാന് ചാൻസ് ഉണ്ട്. നീ മുംബൈ ജയിച്ചെങ്കിൽ പിന്നെയുള്ള സാധ്യത എന്ന് പറയുന്നത് പഞ്ചാബ്, KKR ആണ്, DC. അതിൽ പഞ്ചാബിനും KKRും 13 പോയിന്റ് വീതമുണ്ട്. അപ്പം പഞ്ചാബിൻ്റെ അടുത്ത കളി എന്ന് പറയുന്നത് LSG ആണ്. LSG ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 4-5 കളി വെച്ച് നോക്കുമ്പോൾ അറിയാം, അവരുടെ ഓപ്പണിംഗ് ഇംഗ്ലീഷ് ആണെങ്കിലും മാഷാണെങ്കിലും നിക്കോളസ് പുരാനാണെങ്കിലും അത്യാവശ്യം നല്ല ഫോമിലാണ്. ഇപ്പം കഴിഞ്ഞ 2 കളിയിൽ തന്നെ ഓപ്പണേഴ്സ് തന്നെ അത്യാവശ്യം നല്ല കളി കളിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പഞ്ചാബിൻ്റെ കാര്യത്തിൽ നമുക്ക് തീരുമാനം പറയില്ല. എങ്കിൽ പോലും അതിൽ പഞ്ചാബ് ജയിച്ചെങ്കിൽ പോലും 15 പോയിന്റേ ആവത്തുള്ളൂ. അപ്പം രാജസ്ഥാൻ ജയിച്ചെങ്കിൽ 16 പോയിന്റ്. അതുപോലെ KKR ആണെങ്കിൽ KKRൻ്റെ അടുത്ത മാച്ച് ഡൽഹിയായിട്ടാണ്. ഇപ്പം KKRന് 13 പോയിന്റും ഡൽഹിക്ക് 12 പോയിന്റുമാണുള്ളത്. അതിൽ ഡൽഹി ജയിച്ചാലും 14 പോയിന്റേ ആവത്തുള്ളൂ. അപ്പം 14 പോയിന്റ് വെച്ചാലും രാജസ്ഥാൻ്റെ അത്ര റൺ റേറ്റ് ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ പോയാലും ഡൽഹി പ്ലേ ഓഫിൽ കയറാൻ സാധ്യതയില്ല. അപ്പം അതിലൂടെ ഡൽഹിയുടെ സാധ്യതയും KKRൻ്റെ സാധ്യതയും അവിടെ കഴിയുകയാണ്. അപ്പം പഞ്ചാബ് ഏറ്റവും ഇപ്പം ചാൻസ് കൂടുതലുള്ളത് രാജസ്ഥാനും പഞ്ചാബിനുമാണ്. കാരണം രാജസ്ഥാൻ തോറ്റെങ്കിൽ മാത്രമേ പഞ്ചാബ് അടുത്ത കളി ജയിച്ചെങ്കിൽ പഞ്ചാബിന് കയറാൻ പറ്റത്തുള്ളൂ. അപ്പം രാജസ്ഥാൻ്റെ ടീം നമുക്കറിയാം, സൂര്യവംശി ഒറ്റ ആൾ ആടിച്ചമർത്തിയാൽ പിന്നെ രാജസ്ഥാനെ തൊടാൻ ഒരു ടീമിനും പറ്റത്തില്ല എന്ന് നമുക്കറിയാം. കാരണം കഴിഞ്ഞ കളിയിലും കണ്ടതാണ്, ആദ്യത്തെ ഒരു 15 ബോൾ 12 റൺ എടുത്ത സൂര്യവംശി. അത് സാധാരണ സൂര്യവംശി ഫസ്റ്റ് ബോൾ തന്നെ 6 തൊട്ട് തുടങ്ങുന്ന കളിയാണ്. പക്ഷേ കഴിഞ്ഞ കളി തന്നെ ജയ്സ്വാൾ നല്ല രീതിക്ക് തുടക്കം കളിച്ചുകൊണ്ട് സൂര്യവംശി തട്ടി നിന്നു. അങ്ങനെ ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടില്ലാത്തതാണ്. പക്ഷേ ജയ്സ്വാൾ ഔട്ടായി കഴിഞ്ഞപ്പം സൂര്യവംശി ബാറ്റിങ്ങിൻ്റെ ഗിയർ മാറ്റി, അങ്ങനെ നമുക്ക് പറയാം, ഗിയർ മാറ്റി തുടങ്ങി. അപ്പോൾ നമുക്കറിയാം 15 ബോളെ 12 റൺ എടുത്താൽ 36 ബോളെ 93 റൺ എടുത്ത്. അപ്പം അത്രയ്ക്ക് ഒരു മാച്ച് മാറ്റിമറിക്കാൻ കഴിവുള്ള താരമാണ് സൂര്യവംശി. 15 വയസ്സുള്ളെങ്കിലും
ക്രിസ് ഗെയിലിൻ്റെ വരെ റെക്കോർഡ് വെട്ടിക്കാൻ കഴിവുള്ള ഒരാളാണ് സൂര്യവംശി. അത് നമുക്ക് കണ്ടതുമാണ്. ഇപ്പം തന്നെ ഒരു സീസണിൽ 59 സിക്സാണ് ഏറ്റവും കൂടുതൽ അടിച്ചത്. അത് നമ്മുടെ ക്രിസ് ഗെയിൽ നമുക്കറിയാം, ഓടി ഓടി റൺ എടുക്കുന്നതിനേക്കാളും കൂടുതൽ ബൗണ്ടറിയോട് കൂടി റൺ എടുക്കുന്ന ഒരു താരമാണ് ക്രിസ് ഗെയിൽ. അപ്പം ക്രിസ് ഗെയിൽ കഴിഞ്ഞാൽ അങ്ങനെ ഒരു താരം സൂര്യവംശിയാണെന്ന് ഞാൻ പറയും. കാരണം അതുപോലെ ഷോട്ടാണ് അദ്ദേഹത്തിൻ്റെ 6ഉം 4ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് കണ്ടിരിക്കാൻ തോന്നും. കാരണം നേരത്തെ നമ്മൾ രാജസ്ഥാൻ്റെ കളി കാണാൻ സഞ്ജുവിൻ്റെ ബാറ്റിംഗ് കാണാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കണമെങ്കിൽ ഇപ്പോൾ സൂര്യവംശിയുടെ ബാറ്റിംഗ് കാണാൻ വേണ്ടിയാണ് നമ്മൾ രാജസ്ഥാൻ്റെ കളി കാണുന്നത്. അത്രയ്ക്ക് മനോഹരമായ ബാറ്റിംഗാണ്. അപ്പം ഈ തവണ രാജസ്ഥാനും പ്ലേ ഓഫിൽ കയറാനാണ് എനിക്കാഗ്രഹം. അപ്പം രാജസ്ഥാനും പ്ലേ ഓഫിൽ കയറട്ടെ എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ അതുപോലെ പ്ലേ ഓഫിൽ കയറുകയാണെങ്കിലും ആദ്യത്തെ കളിയാണെങ്കിൽ RCB GT ആയിരിക്കും ധർമ്മശാലയിൽ ക്വാളിഫയർ 1-ൽ. അപ്പം രണ്ടാമത്തെ കളി രാജസ്ഥാനെ വരണമെങ്കിൽ SRH രാജസ്ഥാൻ. അപ്പം അതിലേത് ടീം ജയിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവരാര് ജയിച്ചാലും വീണ്ടും ക്വാളിഫയർ 1-ൽ തോറ്റവരോട് വീണ്ടും മത്സരിക്കണം. അപ്പം അവിടെ ജയിച്ച് ഫൈനലിൽ എത്തിയെങ്കിൽ മാത്രമേ കപ്പടിക്കാൻ സാധ്യതയുള്ളൂ. അപ്പം ഹൈദരാബാദ് ഇന്നലെ ആദ്യ 2 സ്ഥാനങ്ങൾ എത്താൻ വേണ്ടി നല്ലപോലെ പോരാടിയെങ്കിലും 255 റണ്ണ് അവർ അടിച്ചെടുത്തു. പക്ഷേ ബാംഗ്ലൂർ 200 റൺ എടുത്തുകൊണ്ട് വലിയ റൺ റേറ്റ് കൂട്ടാൻ ഹൈദരാബാദിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ 3-ാം സ്ഥാനത്തായിപ്പോയി. അപ്പം GTക്കും RCBക്കാണ് ഇത്തവണ കപ്പ് കൂടുതൽ. ഇപ്പം ഈ 2 ടീമിന് ഇപ്പം GTക്കാണെങ്കിലും RCBക്കാണെങ്കിലും SRHനാണ് ഇപ്പം 3 ടീമിന് ഓരോ SRHന് ഒരു കപ്പാണെന്ന് എനിക്ക് തോന്നുന്നു. ബാക്കി 2 ടീമിനും ഓരോ കപ്പ് വീതമുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂരാണെങ്കിൽ കഴിഞ്ഞ സീസണിലും കപ്പടിച്ചു, ഈ സീസണിലും കപ്പടിക്കും. അടുപ്പിച്ച് 2 സീസണിൽ കപ്പടിക്കുമെന്ന് നമുക്കറിയാം. കാരണം രജിത് പട്ടിദാറിനെ പോലെയുള്ള ഒരു ഇന്ത്യൻ ടീം പോലും ഇതുവരെ കളിക്കാത്ത ഒരാൾ ക്യാപ്റ്റനായിട്ട് ബാംഗ്ലൂരിന്, അതായത് സാക്ഷാ കോഹ്ലി വരെ, കോഹ്ലി അതുപോലെ ഡൂപ്ലസി, അങ്ങനെ പല ലെജൻസും വന്ന് ബാംഗ്ലൂരിനെ ഭരിച്ചിട്ട് കപ്പടിക്കാൻ സാധിക്കാത്തതാണ് രജിത് പട്ടിദാർ കഴിഞ്ഞ സീസണിൽ വന്ന് കപ്പടിപ്പിച്ചത്. അതുപോലെ തന്നെ ഈ സീസണിലും അദ്ദേഹം ഫൈനൽ അല്ലെങ്കിൽ ഇപ്പോൾ ക്വാളിഫയർ 1 അല്ലെങ്കിൽ ഫൈനലിൽ എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ഫൈനലിൽ വന്നാലും കപ്പടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അതൊരു റെക്കോർഡായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ കളി മുംബൈയുടെ പിന്നെ ബാക്കി ടീംസ് എന്ന് പറയുമ്പോഴത്തേനും CSK സത്യം പറഞ്ഞ ഇത്തവണ ഒരു ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ടീം CSK ആണ്. പക്ഷേ CSKയുടെ എന്തോ അടുപ്പിച്ച് ഒരു 3-4 ലാസ്റ്റ് തോറ്റോണ്ട് ഒന്നും ചെയ്യാത്തതാണ്. അപ്പം അത് അവരുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഫുള്ള് റൈറ്റ് ഹാൻഡർ ബാറ്റേഴ്സാണ്. പിന്നെ ഒത്തിരി പരിക്കുകൾ, പിന്നെ എക്സ്പീരിയൻസ് ഇല്ലാത്ത മിഡിൽ ഓർഡേഴ്സ്, അതൊക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് തോന്നുന്നു. പക്ഷേ ഇതൊന്നും ഒരു പ്രശ്നമില്ലാത്ത ഒരു ടീമാണ് മുംബൈ. അവർക്ക് എന്ത് പറ്റി എന്നാണ് എനിക്കറിയാത്തത്. കാരണം ഞാനൊരു മുംബൈ ഫാനാണ്. പക്ഷേ ഏറ്റവും മികച്ച ടീം മുംബൈ ആണ് സ്ക്വാഡ് നോക്കിയത്. പക്ഷേ അവരെ കളി കാണുമ്പോൾ ഏറ്റവും പരാജയമായ ഒരു ടീമാണെന്ന് എനിക്ക് തോന്നുന്നു. അത് ക്യാപ്റ്റൻസി മാറിയോണ്ടാണോ, നീ ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി ആണോ കാരണമാണോ, നീ പലരും പറയുന്നു രോഹിത് ശർമ്മയുടെ ഹാർദിക് പാണ്ഡ്യയുടെ കീഴിൽ കളിക്കാൻ താല്പര്യമില്ലാണ്ട് അടി വിളിച്ച് കളിക്കുന്നതെന്ന് പറയുന്നു. ഇതൊക്കെ എന്തൊക്കെയാണ് കാരണങ്ങൾ നമുക്കറിയത്തില്ല. എന്തായാലും അടുത്ത സീസണിൽ നമുക്ക് ഒന്നുകൂടി നോക്കാം. അപ്പോൾ ഹാർദിക് പാണ്ഡ്യ ചെന്നൈയിലോട്ട് പോകുമെന്ന് പറയുന്നത് കേൾക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ഒരു വിവാദമാണ്. ഇപ്പം അതെല്ലാം കഴിഞ്ഞു. മുംബൈ പുറത്തായി, ചെന്നൈയും പുറത്തായി, ലക്നൗ പുറത്തായി. പക്ഷേ ഇനി അതൊന്നും പറഞ്ഞിട്ടല്ല, ഇനി അടുത്ത സീസണിൽ നോക്കിയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അതുപോലെ നമുക്ക് ഇന്നത്തെ കളി കണ്ടു. RCBനെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു ടീമാണ് ഹൈദരാബാദ്. അപ്പോൾ ഇത്തവണ RCB കപ്പടിക്കണമെന്ന് ഞാൻ പറയത്തില്ല. കാരണം എനിക്കതിന് താല്പര്യമില്ല. കാരണം ഞാൻ മുംബൈ ഫാനാണ്. പക്ഷേ എനിക്ക് രാജസ്ഥാൻ കപ്പടിക്കണം എന്നൊരു താല്പര്യമുണ്ട്. കാര്യം സൂര്യവംശിയൊക്കെ വന്ന്, കാരണം സഞ്ജു പോയെങ്കിൽ പോലും അവർ ആ ഒരു ടീമിനെ പറ്റി, കാരണം സഞ്ജു പോയതുകൊണ്ട് ആ ടീം മൊത്തത്തിൽ ഒരു ഇതില്ലെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ പ്ലേ ഓഫ് വരെ എത്താൻ പറ്റുന്ന ഒരു ടീമാണ് അവർ തന്നെ കാണിച്ചു തന്നത്. കുറേ പിള്ളേർ സ്ക്വാഡ് വെച്ച് അത് സംഘക്കാരെ തിരിച്ചു വന്നപ്പോഴത്തേനും ആ സ്ക്വാഡിൻ്റെ വലിയ മാറ്റങ്ങൾ അതിൽ തന്നെ സംഭവിക്കുന്നുമുണ്ട്. അപ്പം ഇതാണ് രാജസ്ഥാൻ കപ്പടിക്കട്ടെ തന്നെ. പക്ഷേ ചരിത്രം പറയുന്നത് ആദ്യത്തെ 2 സ്ഥാനങ്ങൾ കപ്പടിക്കും എന്നാണ്. അപ്പം എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ IPL മത്സരങ്ങൾ നോക്കി നമുക്ക് പറയാം. എല്ലാ ദിവസവും ഞാൻ ഇതുപോലെ വീഡിയോ ഇടുന്നതായിരിക്കും. ഇനിയിപ്പോൾ താമസിച്ചു പോകുന്നറിയാം, ഇനിയിപ്പോൾ ഒരാഴ്ച മത്സരമുള്ളൂ. എങ്കിൽ പോലും നോക്കാം. അത് കഴിയുമ്പോൾ നമ്മുടെ ഫുട്ബോൾ വേൾഡ് കപ്പ് വരുന്നുണ്ട്. അതിൽ ഞാൻ അർജൻറ്റീനയാണ്. അതൊക്കെ നമുക്ക് പതിയെ സംസാരിക്കാം. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക.
പിന്നെ ഇതുപോലുള്ള വളരെ മൂല്യമുള്ള അർത്ഥവത്തായ കഥകൾക്കും വീഡിയോകൾക്കും വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.